ജില്ലയിലെ പ്രധാനപ്പെട്ട CPM നേതാവ് MM മണി പറഞ്ഞത് പെൻഷനും മറ്റ് സാമൂഹ്യ ആനുകൂല്യങ്ങളെല്ലാം പറ്റിയതിനു ശേഷം ജനങ്ങൾ മറിച്ചുകുത്തി നന്ദികേട് കാണിച്ചു എന്നാണ്. അതിനോട് എന്താണ് പറയാനുള്ളത്? അത് മണിയാശൻ തന്നെ തിരുത്തിയിട്ടുണ്ടല്ലോ, അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. പിന്നെ അതാണ് ഞാൻ പറഞ്ഞ ഈ നമ്മളാരും ജനങ്ങളുടെ യജമാനന്മാരാവാൻ പോരെന്ന് പറഞ്ഞതിൻ്റെ ഒരു കാര്യം ഇങ്ങനെയല്ല അദ്ദേഹം സംസാരിക്കേണ്ടത്. ഈ ജില്ലയിലെ ജനങ്ങൾക്ക് ഏറ്റവും സ്വീകാര്യനായ രാഷ്ട്രീയ നേതാവാണ് മണിയാശൻ. എനിക്ക് അദ്ദേഹത്തോട് വലിയ സ്നേഹമുണ്ട്. പക്ഷേ ഈ മൈക്കിൽ പതിക്കുമ്പോൾ പുള്ളി ചിലപ്പോൾ വിളിച്ച് പറയുന്നതൊന്നും പുള്ളി ഉദ്ദേശിച്ച് പറയുന്നതായിരിക്കത്തില്ല, അത് പറഞ്ഞു പോകുന്നതാണ്. പലപ്പോഴും അത് ആളുകൾക്കിടയിൽ വലിയ അമർഷം ഉണ്ടാക്കുന്നുണ്ട്. പറഞ്ഞത് ഒരു കാരണവശാലും പറയാൻ പാടില്ലാത്തതാണ്. ഇത് നമ്മുടെ ഗവൺമെൻറ് കൊടുത്തതെല്ലാം ജനങ്ങളുടെ അവകാശമാണെന്ന് കണ്ട, അല്ലാണ്ട് ഔദാര്യമാണെന്ന് കണ്ടല്ല. ആ അവകാശങ്ങൾ ഒരിക്കലും UDF ഗവൺമെൻറ് അംഗീകരിച്ചിട്ടുമില്ല. ഇപ്പം ഏത് കാര്യമെടുത്താൽ വീട് നിർമ്മാണമാവട്ടെ, സാമൂഹിക ക്ഷേമ പെൻഷനാവട്ടെ, പിന്നെ പശ്ചാത്തല സൗകര്യ വികസനമാവട്ടെ, സ്കൂളുകൾ അടച്ചുപൂട്ടിയവരാണവർ, ആശുപത്രി സ്കൂളുകളും അടച്ചുപൂട്ടിയവരാണവർ. പക്ഷേ എന്നിട്ടും അവരോടൊപ്പം ജനം നിൽക്കുന്നു ഈ തെരഞ്ഞെടുപ്പ് എന്നുള്ളത് വളരെ ഗൗരവമായ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ട കാര്യമാണ്. അതിന് ഇത്തരം വാക്കുകൾ പറഞ്ഞ് ജനങ്ങളെ കുത്തിനോപ്പിക്കുന്ന സമീപനം ഒരു കാരണവശാലും നല്ലതല്ല.